അപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വന്ന് കാണാതിരിക്കുന്നത്? അങ്ങനെ നമ്മൾ വന്ന് നേരെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കല്യാണത്തണ്ട് മലയുടെ മേളിലാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ കൃത്യം പാതിരാത്രി 12:30 ആയപ്പോഴത്തേന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വീടിൻ്റെ അടുത്തൊരു പള്ളിയാണിത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം റോമി ബ്രോ വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ പോലുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം 12:30ക്ക് നമ്മുടെ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും ഉറങ്ങിയില്ല കേട്ടോ. കഷ്ടിച്ച് 1 മണിക്കൂർ പതുക്കെ ഒന്ന് കണ്ണടച്ചെന്നല്ലാതെ ഒരു ക്ഷീണം നല്ല രീതിയിൽ ശരീരം പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന് യാതൊരുവിധ ക്ഷീണവും തോന്നാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ചവിട്ടി അങ്ങ് പിടിപ്പിക്കുകയാണ്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് നേരം വെളുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചെറുതോണിയിലെത്തണം. അപ്പോൾ നമ്മുടെ റൂട്ട് ഇതാണ്. തൊടുപുഴ എത്തി തൊടുപുഴയിൽ നിന്ന് മുട്ടം, കാഞ്ഞാറ്, മൂലമറ്റം റൂട്ട് വന്നിട്ട് അശോക ജംഗ്ഷനിൽ നിന്ന് ആ ഒരു 12 ഹെയർ പിന്നും ചവിട്ടി കയറ്റി നമ്മൾ കുളമാവ് എത്തി. കുളമാവിൽ നിന്ന് ചെറുതോണി വന്ന് ചെറുതോണിയിൽ നിന്ന് കട്ടപ്പന റൂട്ടിൽ വന്നിട്ട് നമുക്ക് കാൽവരിമൗണ്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അവിടുന്ന് ആ റൂട്ട് പോയി നമ്മുടെ നിർമ്മല സിറ്റി എത്തി. നിർമ്മല സിറ്റിയിൽ നിന്നാണ് നമുക്ക് കല്യാണത്തണ്ട് മലയുടെ മേളിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 90 കിലോമീറ്റർ ആണ് ഉള്ളത് മൊത്തം എനിക്ക് വീട്ടിൽ നിന്നുള്ളത് കേട്ടോ. ഇപ്പം നമ്മുടെ കുളമാവ് ഡാമിൻ്റെ മേളിക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഈ റൂട്ട് കുളമാവ് റൂട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-45 കിലോമീറ്റർ കഴിഞ്ഞത് നമ്മുടെ കുളമാവ് ഡാമൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങ് ഫ്രണ്ടിലേക്ക് പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ റോമി ബ്രോയ്ക്ക് പഞ്ചർ കിട്ടി കേട്ടോ. അതും ഒരു വയർ ബ്രഷിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തോ ചെറിയ കണ്ണിപ്പോലും പെടാനില്ലായിരുന്നു. അത് കുത്തി കയറിയിട്ട് ചെറിയൊരു സൂചി പഞ്ചറാണ് അടിച്ചിരിക്കുന്നത്. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ശ്രീകുമാർ ബ്രോയ്ക്ക് പഞ്ചർ കിട്ടി. അതേ സെയിം സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു പഞ്ചറും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ച് വർക്ക് ചെയ്യപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം 5 മണി കഴിഞ്ഞിട്ടോ ടൈം. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ഇടുക്കി റൂട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, കുളമാവ് ഡാം കഴിഞ്ഞാൽ പിന്നെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ചെറിയ മിന്നാമിനിങ്ങിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചെന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം നമ്മളെ മാക്സിമം നമ്മൾ ചെറുതോണിയിൽ എത്രയും നേരത്തെ എത്തിക്കഴിഞ്ഞാലാണ് ഒരുപാട് അങ്ങ് വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് ആ ഒരു മലയുടെ മേളിലേക്ക് ചെന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നേരം വെളുത്ത് വരുന്ന ഒരു കാഴ്ചയാട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്, തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നല്ല സുഖമാട്ടോ ഇപ്പോൾ റൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു കുളമാവിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു 24 കിലോമീറ്ററാണ് ചെറുതോണി വരെ ഉള്ളത്. ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ആയിട്ടുള്ള. അപ്പം ഒരു 2 മണിക്കൂർ എന്താണല്ലോ എടുക്കും കേട്ടോ. നമ്മുടെ ഇത് 1 ഡേ റൈഡാണ്. ഇന്ന് ഈവനിങ് തന്നെ തിരിച്ച് വീട്ടിലെത്തണം കേട്ടോ. അപ്പോൾ 90 കിലോമീറ്റർ 1 സൈഡ് ഉണ്ട്. ടോട്ടൽ 180 കിലോമീറ്റർ. ഈ 180 കിലോമീറ്ററിൽ പകുതി ദൂരം നല്ല കയറ്റങ്ങളാട്ടോ. ഇനി അങ്ങോട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണുള്ളത്. അതൊക്കെ ചവിട്ടി കയറ്റാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന ഇറക്കമൊക്കെ തിരിച്ച് വരുമ്പോൾ ചവിട്ടി കയറ്റണം. നല്ല ടൈം എടുക്കും, നല്ല എഫോർട്ട് എടുക്കും. അതിനനുസരിച്ച് നല്ല റെസ്റ്റും വേണം. ഇതിപ്പം ഞങ്ങൾ ഉറങ്ങാതെയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പം സൈക്ലിംഗ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹെൽത്തിന് നമ്മൾ കൊടുക്കണം. ഇപ്പം എൻട്രി ഇല്ല ആ വഴി. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് റൈഡ് ചെയ്ത് പൈനാവൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതോണിയൊക്കെ എത്താറായപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ സുഹൃത്ത് ജിയോ മച്ചാനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്രോയുടെ വീട് ഇവിടെ ചെറുതോണി അടുത്ത് കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ജിയോ ബ്രോയാണ് ഞങ്ങളോട് ഈ ഒരു നീലക്കുറിഞ്ഞിയുടെ കറക്റ്റ് സ്പോട്ട് നേരത്തെ തന്നെ പറഞ്ഞു തന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ ജിയോ മച്ചാൻ ഞങ്ങളുടെ ഒപ്പം കുറച്ച് സമയം മാത്രമേ ഉണ്ടായുള്ളൂ. നീലക്കുറിഞ്ഞി നിൽക്കുന്ന അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ. കാരണം രാവിലെ ബ്രോയ്ക്ക് ജോലിക്ക് കയറേണ്ട കേട്ടോ. വരാറുണ്ടല്ലേ? അടിപൊളി, നല്ല സെറ്റ് റൂട്ടാട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റോഡ് സൈഡ് നിന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും നമ്മൾ 3 പേരും ഒരുമിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയോ മച്ചാൻ ഡെയിലി മോർണിംഗ് റൈഡൊക്കെ ചെയ്യുന്ന സ്ഥലം കേട്ടോ. നല്ല കയറ്റമൊക്കെയാണ്. പുള്ളിയൊരു 10 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞാൽ അതിൽ 7 കിലോമീറ്ററും കയറ്റമാണെന്നാണ് പറയുന്നത്. അത് പിന്നെ ഇടുക്കിയല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കൃത്യം 7 മണിയോടുകൂടി ഫേമസ് ആയിട്ടുള്ള ചെറുതോണി ടൗണിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 2018 പ്രളയ സമയത്ത് ചെറുതോണി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് ആ ഒരു വെള്ളമൊക്കെ കുത്തി ഒഴുക്കി പോകുന്ന കാഴ്ചയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്.
അന്ന് ഈ ഒരു ചെറുതോണി ടൗണിൽ അത്യാവശ്യം നല്ല നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയായിരുന്നു ഒരു വെള്ളം കടന്നുപോയത്. എന്നാൽ പിന്നീട് അതിൽ നിന്നൊക്കെ വളരെ ശക്തമായിട്ട് തിരിച്ചുവരവ് നടത്തി തലയെടുപ്പോടെ നിൽക്കുന്ന ചെറുതോണി ടൗണാണ് നമ്മൾ ഈ കാണുന്നത്. പ്രളയശേഷം പണിത പുതിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ പാലവും തകരാതെ നിൽക്കുന്ന ആ ഒരു കാഴ്ച ഈ ഒരു പുതിയ പാലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറുതോണി ടൗണിൽ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ വേണം നിർമ്മല സിറ്റി വരെ എത്താനായിട്ട്. നമ്മുടെ ഇടുക്കി കട്ടപ്പന റൂട്ടാട്ടോ. നമ്മൾ കാൽവരി മൗണ്ടൊക്കെ പോകുന്ന ആ ഒരു സെയിം റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽവരി മൗണ്ടിൽ നിന്ന് വീണ്ടും ഒരു 5-8 കിലോമീറ്റർ നമുക്ക് മുന്നിലോട്ട് പോകണം നിർമ്മല സിറ്റി എത്താനായിട്ട്. അങ്ങനെ ഇടുക്കി എത്തി. ഇടുക്കി ടൗൺഷിപ്പ് ആട്ടോ, ചെറിയൊരു ടൗൺ ആട്ടോ ഇടുക്കി എന്ന് പറയുന്നത്. അവിടെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. അതിനുശേഷം നമ്മുടെ ജിയോ ബ്രോ ഇവിടെ നിന്ന് തിരിച്ചു പോകും കേട്ടോ, കാരണം ആൾക്ക് ജോലിക്ക് കയറാൻ ടൈമായി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ച ടൈമിനേക്കാളൊക്കെ ലേറ്റ് ആയിട്ടോ, കാരണം വന്ന വഴിക്ക് പഞ്ചർ കിട്ടി. അതുപോലെ തന്നെ പൈനാവിൽ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വന്നുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കാളൊക്കെ നല്ല രീതിയിൽ ടൈം പോയി. ഇടുക്കി ടൗണിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ട് വരെ നല്ല കയറ്റം, ത്രൂ ഔട്ട് കയറ്റം കേട്ടോ. അതായത് അവിടെ നമുക്ക് നിരപ്പ് റോഡും ഇറക്കം ഒന്നുമില്ല കേട്ടോ, ത്രൂ ഔട്ട് കയറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ നിർമ്മല സിറ്റി വരെ ഇങ്ങനെ കയറ്റം ഇറക്കമായിട്ടുള്ള വഴിയാണ്. അങ്ങനെ ഒരു നല്ല ടൈം എടുത്തു. ഒരു 2 മണിക്കൂർ മേളിലെടുത്ത് നമ്മൾ 9:45 നിർമ്മല സിറ്റി എത്തി. അപ്പം നിർമ്മല സിറ്റി കഴിഞ്ഞാൽ പിന്നെ ദേ ഈ ഒരു വളവിൽ വെച്ചിട്ട് ഇവിടുന്ന് ആട്ടോ തിരിയേണ്ടത്. ഇവിടെ മേളിലേക്കൊരു വഴി കാണാം, കോൺക്രീറ്റ് ഇട്ട വഴി. അവിടെ നമുക്കൊരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. അപ്പോൾ ഇതിൽ നേരെ കയറി പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി ഇതിലാട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു കയറ്റം കയറി വരുമ്പോഴത്തേന് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. റൈറ്റ് എടുക്കരുത്, നമുക്ക് ഈ കാണുന്ന ലെഫ്റ്റ് അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്, ഇതിൻ്റെ മേളിലേക്കായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ മേളിൽ എത്തിപ്പെട്ടതെന്ന്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബ്രോ പരിചയപ്പെടുത്തിക്കോ. ഹായ്, എൻ്റെ പേര് ജോബിൻ, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. രാവിലെ ജിയോ പറഞ്ഞായിരുന്നു വരുന്നുണ്ടെന്ന്. നമ്മുടെ ജിയോ മച്ചൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ജോബിൻ ബ്രോയുടെ വീട് കട്ടപ്പനയിലാട്ടോ. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു അല്ലേ, അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ റോമി ബ്രോ വീഡിയോ എടുത്ത് തകർത്തോണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ, അടിപൊളിയായിട്ട്. അത് നോക്കി നമുക്കങ്ങ് താഴെ ആ കാണുന്നത് അഞ്ചുരുളി ടണലിൻ്റെ ഒക്കെ ഒരു ഭാഗം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇടുക്കി റിസർവോയറിൻ്റെ ഭാഗം അല്ലേ, തുരുത്ത് അഞ്ചുരുളി ഒരു തുരുത്തൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ കാൽവരി മൗണ്ടിൽ നിന്ന് കാണുന്ന ഒരു അതിലും അടിപൊളി, അതിലും അടുത്ത് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വന്നത് മെയിനായിട്ട് നമ്മൾ നീലക്കുറിഞ്ഞി കാണാതെ നിൽക്കണു സാധനം നിൽക്കണേണ്ടില്ല. അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മൾ നിന്ന് ആ ഒരു മലയുടെ മേളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. നീലക്കുറിഞ്ഞി ഒന്ന് അടുത്ത് കാണണല്ലോ. ഇതുണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ ഇഷ്ടം പോലെ. നമുക്ക് ഇതിൽ നടന്നു പോട്ടോ, ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ചെറിയൊരു വഴി പോലെയുണ്ട്, ഇങ്ങനെ നടന്ന് കുറേ അങ്ങോട്ട് കയറി പോകാട്ടോ. ഉണ്ടോ, തെന്നുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി അറിയാലോ, ഇതൊരു കാട്ടുചെടിയാണ്. പിന്നെ ഇത്രയൊരു നമുക്കൊരു കൗതുകം തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് 12 വർഷം കൂടുമ്പം പോകുന്നതുകൊണ്ടാണ്. നമുക്ക് എപ്പോഴും ഇത് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ ഒരു നിൽക്കുന്ന ഇപ്പം ഇവിടെ നമുക്ക് അത്രയൊരു നമ്മുടെ ഈ ഇരുവുകളത്തൊക്കെ പോകുമ്പോഴത്തേനും ഇതിലും ക്രൗഡായിട്ട് നല്ല രസമായിരിക്കും. കാരണം ആ ഒരു മല മൊത്തം ഒരു ലാവണ്ടർ കളറിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് അത്രയില്ലേലും ഈ ഒരു അവസരം, കാരണം ഇനിയിപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 12 വർഷം കഴിയണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തട്ടിപ്പോയി കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ ഇത്രയും 12 മണിക്ക് രാവിലെ സൈക്കിളും ചവിട്ടി കുറ്റിയും പറിച്ച് ഈ ഒരു മലയുടെ മേളിലേക്ക് കയറി വന്നു കേട്ടോ. നന്നായിട്ട് തെന്നുന്നുണ്ടേ, ഇഷ്ടം പോലെയുണ്ട്. ഇത് കണ്ടോ, ഒരുപാടുണ്ട്. ഇത് കൊഴിഞ്ഞ് വാടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പൂവുള്ള ടൈമാണ്, മുട്ടൊക്കെ ഉണ്ട്. ആരും പറിക്കരുത് കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് പേരൊക്കെ ഇത് പറിച്ചുകൊണ്ട് പോകണമുണ്ട്, പറിക്കരുത് കേട്ടോ. നമ്മുടെ കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ടോപ്പിലാട്ടോ നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു കുരിശുമല കേട്ടോ, 14ാമത്തെ കുരിശാണിത് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മലയുടെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് അവിടെ ഒരു കറങ്ങുന്ന വീടൊക്കെ ഉള്ളൊരു ആ ഒരു മലയുടെ മേളിൽ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് കട്ടപ്പന ടൗൺ കാണാം കേട്ടോ, ഇഷ്ടംപോലെ ഒരു കെട്ടിടങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു സൈഡിലാണ് നമ്മൾ കയറി വന്ന നിർമ്മല സിറ്റി ഉള്ളത്. ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റിസർവോയർ അഞ്ചുരുളി ടണലൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. ഇവിടുന്ന് ഒരു 360 വ്യൂ ആയിട്ടുള്ളത്. നല്ലൊരു ടോപ്പിലാട്ടോ നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു വിഷ്വൽ കാണാം കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ ഇരുവുകളത്തൊക്കെ കാണുന്ന പോലെ അത് തിക്കായിട്ടില്ല നിൽക്കണേ, നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഒന്നുമില്ല. അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുളമാവിലെ പൊട്ടൻപടി മലയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനെന്ത് റോമി ബ്രോയും കൊടുത്ത ഒരു
ഈ കല്ല് പൊട്ടൻപടി മലയുടെ കല്ലൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര സേഫാണെന്ന് പറയാം. ഇത് കണ്ടോ ഇത് കണ്ടോ പൊക്കി കാണിച്ചു. ഇത് ഭയങ്കര ഏറ്റവും എഡ്ജിലാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു നീലക്കുറിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കണ്ട് ആസ്വദിക്കുക കേട്ടോ. അഞ്ചുരുളി ടണലിൻ്റെ ആ ടണലിൽ നിന്ന് വന്ന് വെള്ളം പതഞ്ഞു തന്നെ ഉണ്ടോ, നല്ല സൗണ്ടോടെ കേൾക്കാം. ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടല്ലേ. എൻ്റെ അമ്മ ഇത് ഭയങ്കര ഭീകരത കേട്ടോ ബ്രോ. ഒരു മയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ജോബിനത് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന ഒരു മല തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ കാൽവരി മൗണ്ടിൽ എന്ന് കഴിഞ്ഞാലേ ഇത്ര ഒരു വ്യൂ കിട്ടില്ല കേട്ടോ അല്ലേ. റിസർവോയറിൻ്റെ ഇത് കുറച്ചുകൂടെ ക്ലോസ് അല്ലേ നോക്കി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അവിടെ അഞ്ചുരുളി ടണലിൽ നിന്ന് വെള്ളം കലങ്ങി ഇറങ്ങി വന്ന് അവിടെ നിന്ന് അത് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു ബീച്ച് ഇല്ലേ ബ്രോ, ആ ഒരു ബീച്ച് പോലെയുള്ള ഒരു തുരുത്തുണ്ട് അവിടെ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ തുരുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? അങ്ങ് വരാം അല്ലേ. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതൊക്കെ അഞ്ചുരുളിയുടെ ഒരു ഭാഗം കേട്ടോ. പിന്നെ നമ്മുടെ ഇടുക്കി ഡാം വരുന്നത് ആ ഒരു സൈഡിലാട്ടോ. നമ്മുടെ കാൽവരി മൗണ്ട് ഒക്കെ ആ ഒരു സൈഡിലാണ്. ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഒറ്റ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇനി ഇത് മൊത്തം ചവിട്ടി രാത്രി അതെ അതെ അതെ. എന്നാലും നമുക്ക് ത്രൂ ഔട്ട് അടിക്കാം, ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ കേട്ടോ ഇവിടെ നിന്ന് കയറിപ്പോയത്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടത് കയറിപ്പോയി താഴെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രണ്ട് വഴിക്ക് വരിക കേട്ടോ. നമ്മുടെ ജോബിൻ കട്ടപ്പന റോഡ് പോവുകയാണ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ജോബിൻ എന്തായാലും ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം കേട്ടോ. ഇനിയിപ്പം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നല്ല ക്ഷീണം കേട്ടോ. നല്ല ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു കാരണം വെയിലാണ്. പിന്നെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് എത്തിക്കാതിരിക്കാൻ പറ്റില്ല, ചവിട്ടി എത്തിക്കും. അതിപ്പോൾ എത്ര ലേറ്റ് ആയാലും ഇന്ന് ചെല്ലും. അതുകൊണ്ട് കാരണം നമ്മൾ ഇന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അത്രയും നേരത്തെ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വേറെ ഒന്നുമില്ല അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോയ്ക്ക്? എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ട്? പോസ്റ്റ് ആക്കിയോ? പാവം നമ്മുടെ ജോബിൻ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു, അത് ലീവ് എടുത്തിട്ട് വന്നു കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ബ്രോ. ഒന്നും പറയാനില്ല. തൊടുപുഴയ്ക്കൊക്കെ ഇറങ്ങുക, നമുക്ക് പൊളിക്കാം. അപ്പോൾ സെറ്റല്ലേ ബ്രോ? അപ്പോൾ നമുക്ക് ചെറുതോണി ചെല്ലുന്നു, ലഞ്ച് അടിക്കുന്നു, നേരെ തിരിച്ച് ചവിട്ടി പറപ്പിക്കുക കേട്ടോ. ബൈ.